ഇഷാന്ത് ശർമ്മ, ദ ഗ്രേറ്റ് ഇഷാന്ത് ശർമ്മ. റിക്കി പോണ്ടിങ്ങിനെതിരെ ഇഷാന്ത് എറിഞ്ഞ ആ ഒരു ഡ്രീം സ്പെൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇംഗ്ലണ്ടിനെതിരായ 2021 നടന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്ത് ഇന്ത്യൻ പേസറായ ഇഷാന്ത് ശർമ്മയുടെ കരിയറിലെ ഒരു നായിക കല്ലായിരുന്നു അത്. കരിയറിലെ 100ാമത്തെ ടെസ്റ്റ് ആയിരുന്നു അത്. ആ സമയത്ത് 1.5 പതിറ്റാണ്ടായി നാട്ടിലും അതുപോലെ വിദേശത്തും ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ കുന്തമുനിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇഷാന്ത് ശർമ്മ. ബോളിംഗിലെ അച്ചടക്കമായിരുന്നു കളിച്ചിരുന്ന കാലത്ത് ടെസ്റ്റിൽ ഇഷാന്ത് ശർമ്മ. ടെസ്റ്റിൽ ഇന്ത്യൻ ബോളിംഗിന്റെ മുഖമുദ്രയായിരുന്നു കുറെ കാലം അദ്ദേഹം. അൺപ്ലേയബിൾ പന്തുകളുടെ ഒരു വലിയ ശേഖരം തന്നെ എന്നും സ്വന്തമായിട്ടുള്ള ഇഷാന്തിന്റെ ക്രൂഷ്യൽ സ്പെല്ലുകൾ പലതും പല സമയത്തും ഏറ്റവും നിർണായക സമയത്ത് എതിർ ടീമിന്റെ മധ്യനിരയെ തകർത്ത് കളയുന്ന രീതിയിലുള്ളതായിരുന്നു. ഓർക്കുന്നില്ലേ, സാക്ഷാൽ റിക്കി പോണ്ടിങ്ങിനെ വിറപ്പിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്രീം സ്പെൽ. ലോക ക്രിക്കറ്റിൽ ബോളർമാരെ ചവിട്ട് മെതിച്ചിരുന്ന റിക്കി പോണ്ടിങ്ങിന് പക്ഷേ അന്ന് ഇഷാന്തിന്റെ മുമ്പിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ആ ഒരു ഡ്രീം സ്പെല്ലിലൂടെ ഉദിച്ചുയർന്ന ശേഷം പക്ഷേ പേസ് നഷ്ടപ്പെട്ട് സ്ഥിരതയില്ലാതെ ഒതുങ്ങിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇഷാന്ത് ശർമ്മയ്ക്ക്. ഫോം ഔട്ട് ആയതോടുകൂടി ടീമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ഇഷാന്ത് ശർമ്മയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നിന്നുള്ള അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ടെസ്റ്റിൽ മാത്രമായി അദ്ദേഹത്തെ പരിഗണിക്കാൻ തുടങ്ങുന്നു. റൺസ് അധികം വിട്ടുകൊടുക്കാതെ ഒരറ്റത്ത് ടൈറ്റായി എറിയുന്ന രീതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രശംസാ വാചകങ്ങളിൽ നിന്നും പലപ്പോഴും അകറ്റി നിർത്തുന്നത്. വിക്കറ്റുകൾ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും പലപ്പോഴും വേണ്ട രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പലപ്പോഴും സഹീർ ഖാനും ബുംറയും മുഹമ്മദ് ഷമിയും ഒക്കെ ആഘോഷിക്കപ്പെട്ടതുപോലെ അയാൾ ആഘോഷിക്കപ്പെടാറില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. ഒരു ഡിഫൻസീവ് ബോളർ എന്ന വിശേഷണം ചാർത്തി കൊടുക്കുമ്പോഴും അയാൾ വിദേശത്ത് മാച്ച് വിന്നിംഗ് സ്പെല്ലുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്.